ഹായ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ എന്താ സലാം പറഞ്ഞറിയോ? ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഈ റമളാൻ മാസമാണ്. എല്ലാവരും നല്ല പ്രവർത്തികളും 5 വക്ത് നമസ്കാരവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്താ അറിയോ? ഇന്ന് രാവിലെ എൻ്റെ കൺമുന്നിൽ ഒരു സംഭവം ഉണ്ടായി. പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു വണ്ടി വന്നു. ആ വണ്ടിയിനകത്ത് കുറച്ച് ആളുകൾ ഇറങ്ങി. ഫുള്ള് ഫർദയാണ്, മോമക്കനെയാണ് എല്ലാം. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ പെട്ടെന്ന് സ്പ്ലിറ്റ് ആകണ കണ്ടു. കുറച്ച് നേരം എന്താണെന്ന് നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അധികന് എല്ലായിടത്തും കൂടി ഇവർ വരുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, പിരിവാണ്. റമളാൻ മാസമല്ലേ, എന്തായാലും മുസ്ലിങ്ങൾ ഒരിക്കലും മടക്കി വിടൂല എന്നുള്ള പരിപൂർണ ഉറപ്പുള്ള ഒരു മാസമാണ്. ഏത് മാസം കൊടുത്തില്ലെങ്കിൽ ഈ മാസം വീടിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല പൊക്കോ എന്ന് ആരും അധികം പറയില്ല. അത്രയും നിവൃത്തി കെട്ടവരേ പറയുള്ളൂ. സംഭവം ഞാൻ പറയാൻ വന്ന വിഷയം പറയാ, മറ്റൊന്നുമല്ല. നിങ്ങളൊരു മനുഷ്യനെ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? എൻ്റെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അത് എനിക്ക് റീച്ചിനോ ലൈക്കിനോ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇതറിയാത്തവർ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ ഒരു കൂലി അടക്കം നിങ്ങൾക്ക് കിട്ടും ഈ റമളാനെ മുൻനിർത്തി നിങ്ങൾ ഇത് ചെയ്താൽ. മറ്റൊന്നുമല്ല, നിങ്ങളൊരാളെ സഹായിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് എവിടുന്നാ തുടങ്ങേണ്ട അറിയോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളോട് ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടാനോ അവരുടെ പ്രശ്നങ്ങൾ പറയാനോ അവരൊരിക്കലും മുന്നോട്ട് വരില്ല. അവരൊരിക്കലും അതിന് താല്പര്യപ്പെടില്ല. കാരണം എന്താ അറിയോ? ഹിസ്സത്ത്, അഭിമാനം, അത് വിട്ടൊരിക്കലും അവർ കളിക്കൂല. എന്ന് വിചാരിച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കാതെ, എന്നോട് അവർ ചോദിച്ചിട്ടില്ല, ചോദിച്ചവർക്ക് കൊടുക്ക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ വഴിയെ പോകുന്നവർക്കും നിങ്ങൾക്ക് തോന്നിയവർക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടും, പിന്നെ എന്താ പറയാ, ഇപ്പൊ അങ്ങനെയാണല്ലോ, അതാണല്ലോ ട്രെൻഡ്. എന്ത് സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മിനിമം അതൊരു 20 മിനിറ്റ് വീഡിയോ ആക്കിയിട്ടേ നിങ്ങൾ ആ സഹായം ചെയ്യൂ. അതെന്താ അറിയോ? പടച്ചവന് വേണ്ടിയിട്ടുള്ള സഹായം അല്ല, അത് പടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ്. ഞാൻ വലിയൊരു നന്മമരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ പിന്നെ ഒക്കെ പിടിച്ച് അത് വലിയൊരു കണ്ടന്റ് ആക്കി മാത്രമേ ഇന്നത്തെ സഹായങ്ങൾ പലർക്കും എത്തുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഉബൈദിന്റെ കാര്യത്തിൽ ഞാൻ കുറെ ചിന്തിച്ചു. കാരണം എന്താ അറിയോ? ഉബൈദ് ഇങ്ങനെ നടന്നിട്ട് ഓരോരുത്തരെ സഹായിക്കുന്നു, ക്യാഷ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടുകാരനാ, ഞാൻ നേരിട്ട് പരിചയമില്ലെങ്കിലും ഉബൈദ് എന്റെ നാട്ടുകാരനാ. പക്ഷെ ഈ ഇടയ്ക്ക് എന്നോട് ഒരാള് ഒരു സംഭവം പറയണ്ടായി. ഏറെക്കുറെ ഇതുപോലെ തന്നെ 50, 100, 200 എണ്ണുള്ള ഒരിത്. അപ്പൊ എനിക്ക് ചാനലുണ്ടല്ലോ, അപ്പോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ നിങ്ങളുടെ അത്യാവശ്യം റീച്ച് ഉള്ളതല്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓഫർ ചെയ്യാൻ, നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ ആള് വെച്ചു. എന്താ കണ്ടീഷൻ എന്നല്ലേ? 10 ആള് വരുന്നുണ്ടെങ്കിൽ 8 ആളും ഇവരുടെ ആളായിരിക്കും. മനസ്സിലായോ? അതൊരു ഷൂട്ടിങ്ങിന് മാത്രം. എങ്ങനെ? 2 ആൾക്ക് ജെന്യൂനായിട്ട് കൊടുക്കാം. പക്ഷെ ഈ 10 എണ്ണത്തിൽ 8 എണ്ണം അവരുടെ ആളുകളായിരിക്കും. അങ്ങനെ ഇത് നടക്കൂ, അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. ഈ 10 ജെന്യൂനാണെങ്കിലും എനിക്ക് താല്പര്യമില്ല. കാരണം ഇന്നെ കൊണ്ട് കൂട്ടിയ കൂടുന്ന കാര്യമല്ല. ആരോ പറഞ്ഞ മാതിരി കാറിലിരുന്ന് ഇങ്ങനെ പറയുന്ന മാതിരിയല്ല, റോട്ടിൽ ഇറങ്ങിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ മൈക്കും തൂക്കി നടക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് കഴിയൂല. ഒന്നും തോന്നരുത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും ഇത് താല്പര്യമില്ല എന്ന്. ഞാൻ ഒന്നാമത് താല്പര്യം കാണിക്കാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ആ ഒരു തീമുണ്ടല്ലോ അയാൾ ഉണ്ടാക്കിയത്, 8 ആള് പിന്നെ ഫേക്കാ, 2 ആളാണ് ജെന്യൂന്. എങ്ങനെയുണ്ട്? നല്ല പരിപാടിയല്ലേ? അപ്പൊ എല്ലാവരും ചെയ്യുന്നതിന്, കൊടുക്കുന്നതിന്റെ, നന്മമരം കളിക്കുന്നതിന്റെ പുറകില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകലുണ്ട്. പക്ഷെ ഉബൈദിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അത് പറയില്ല. ഉബൈദിന്റെ കാര്യത്തിൽ 100% ജെന്യൂനാണ്. കാരണം ഇത് കൊടുക്കുന്നത് മൈജിയാണ്. ആ മൈജി അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഞാനും പലപ്പോഴും ഉബൈദിന്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെ ഇപ്പൊ ഇത് കൂട്ടിയാ കൂടുക എന്നുള്ളത്. പക്ഷെ മൈജി ഷാജിക്കാക്ക് ഈ കാര്യത്തിൽ പൈസ ഒരു വിഷയമല്ലാത്തതിന്റെ പേരിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തി അയാൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മൈജിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉബൈദിനെ പോലത്തെ ഒരുത്തനെ കിട്ടിയതാ. കാരണം അവൻ സീതയാണ്. അവന് വിചാരിക്കുന്നതും മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടണം എന്നാണ്. അവനൊരിക്കലും അതിന് കണ്ണു വെട്ടിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം കാട്ടിയിട്ടോ എടുക്കുന്നില്ല എന്നുള്ളതും ഈ ഉബൈദിന്റെ നാട്ടുകാരനെ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് അതിലേറെ സന്തോഷമായി. അപ്പോ അർഹത എല്ലാവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉബൈദിന്റെ കാര്യത്തിലും മൈജിയുടെ കാര്യത്തിലും ജെന്യൂനാണ്. 100% അത് കിട്ടുന്നത് ജെന്യൂനായ ആളുകൾക്ക് മാത്രമാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് ഇപ്പൊ ഈ ഉബൈദിന്റെ മൈജിയുടെ കാര്യമൊന്നുമല്ല. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ഈ ഒരു നോമ്പ് കാലത്ത് നിങ്ങൾ കൊടുക്കുന്ന സഹായങ്ങളില്ലേ, അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ തുടങ്ങണം.
ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചിരി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. എന്നാലും മസിൽ പിടിച്ചിട്ട് നിനക്ക് തരൂല, അപ്പുറത്തേക്ക് ഞാൻ കൊടുക്കും, അതും പടച്ചോൻ സ്വീകരിക്കുമല്ലോ, അതും പാവപ്പെട്ടവരാണ് എന്ന് വിചാരിക്കരുത്. പടച്ചോൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ദാനധർമ്മം എന്ത് സഹായം ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന അറിയോ നിങ്ങൾക്ക്? അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പറയുന്നത്. പലരും ഈ റോട്ടിലൂടെ നടന്നിട്ടുള്ള ഈ നന്മമരം കളിയൊന്നും ജനൂനല്ല. ഇനി നോയിക്കോ, ഇനി കുറച്ച് സംഭാവനകൾ കൊടുക്കുന്നത് ഉണ്ടാവും മറ്റേ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞൊഴുകും. അതിന് നല്ല ഏതെങ്കിലും ഒരു പാട്ടും BGM ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. ഈ കൊടുക്കുന്ന ആളുകളുടെ മുഖം ഒരിക്കലും നിങ്ങൾ കാണിക്കല്ലേ. ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ കാണിക്കരുത്. അത് എത്ര അവർ ചിരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർത്തോളും. ആ നീട്ടിയ കൈ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോണ്ടന്റ് ആക്കിയിട്ടോ അതല്ലെങ്കിൽ ഒരു റീച്ച് ആക്കിയിട്ടോ ഒരിക്കലും നിങ്ങൾ മാറ്റരുത്. ഈ അഭിമാനം എന്ന് പറയുന്നതേ പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. നിവൃത്തികേടുകൊണ്ടാണ്. ഞാൻ ഇതിന്റെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളുകൾക്കും സഹായത്തിന് ആളുണ്ട്, ഏറ്റവും താഴ്ന്ന ആളുകൾക്കും സഹായത്തിന് ആളുണ്ട്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരുണ്ട്. ഒരിക്കലും മരിച്ചങ്ങ് പോവുകയാണെങ്കിൽ ശരി, ഞാൻ ഒരാളുടെ മുമ്പിലും എന്റെ ഇജ്ജത്ത് പണയം വെക്കൂല, എന്റെ അഭിമാനം ഞാൻ പണയം വെക്കൂല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അതുപോലുള്ള ആളുകൾക്ക് കൊടുക്കണം. അതുപോലുള്ള ആളുകൾ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സഹായിക്കണം. അതാണ് ഏറ്റവും വലിയ നന്മ. അതിനേക്കാൾ വലിയ വേറൊരു നന്മയില്ല. മറ്റേതൊക്കെ മൊബൈലിലെ നാട്ടുകാരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാലത്തേക്ക് ഹീറോയിസം കാണിക്കാനും മാത്രമുള്ളതാവും. അതുകൊണ്ട് ഈ റമളാനിന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളിൽ നിന്ന് തുടങ്ങുക. അതും കഴിഞ്ഞേ നിങ്ങൾ മറ്റുള്ളവരെ തേടി പിടിച്ചിട്ട് ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ ശരിയും തെറ്റും നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ എത്രയോ പണം ഉള്ള ആളുകളുണ്ടാവും. ഈ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ, പടച്ചോനെ അവരും ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നെങ്കിന്ന്. പക്ഷെ നിങ്ങൾ തന്നെ വിചാരിക്കും, എന്താ അറിയോ, അവരുടെ കണ്ണിലൊക്കെ ഞങ്ങൾ ഇല്ലവരാണ്. അപ്പോ ഞങ്ങൾ ആര് സഹായിക്കാനാ എന്നുള്ളത്. അപ്പൊ അവരും ഇല്ലാത്തവരെ തേടി നടക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത്. അവരറിയാൻ ശ്രമിക്കണം. അപ്പോഴേ ബാക്കി എല്ലാം നിങ്ങളുടെ ശരിയാവുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇതിപ്പോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തവരായതുകൊണ്ടോ ഒന്നും അല്ല ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ളത് പറഞ്ഞത്. നിങ്ങൾ മുഖാന്തരം ഒരാളെങ്കിലും ഒരാളുടെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോ ഓക്കെ.